So today we have to discuss about buoyancy and flotation. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചാപ്റ്റർ മീൻസ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. അതിനകത്ത് ഇനിയൊരു നമ്മൾ ഇമ്മേഴ്സ്ഡ് സർഫേസിൽ വെർട്ടിക്കലും ഇൻക്ലൈൻഡും പഠിച്ചു. അതിലിനിയൊരു കർവ്ഡ് സർഫേസ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കേസിൽ ഉണ്ടാകുന്ന ഫോഴ്സസ് പഠിക്കാനുണ്ട്. ചെറിയൊരു പോർഷനാണ് അത് നമ്മൾ ഏറ്റവും ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് 5 മൊഡ്യൂളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. ഇനിയിപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ 2 സെക്ഷൻ ഉണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ. ഫസ്റ്റ് സെക്ഷൻ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ ആണ്. സെക്കൻഡ് സെഷൻ കുറച്ചുകൂടെ ചെറുതാണ്. ഫസ്റ്റ് സെഷനാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ആദ്യത്തെ ഭാഗമാണ് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ. ഈ ബോയൻസി എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പണ്ട് മുതലേ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള നിങ്ങൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തുടക്കത്തിൽ പഠിക്കുന്ന ഒരുപാട് ഈ ടേംസൊക്കെ നിങ്ങൾക്ക് ബേസിക്സ് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്നാലും ബോയൻസി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബോയൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഓഫ് ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ബോഡീൻ്റെയും സബ്മേർജ്ഡ് ബോഡീൻ്റെയും മുങ്ങിക്കിടക്കുന്നതും അതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക, അങ്ങനെയുള്ള പൊങ്ങിക്കിടക്കുക എന്ന് പറയും. ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഭാഗം വെള്ളത്തിനടിയിലായിരിക്കും, ബാക്കി കുറച്ച് ഭാഗം വെള്ളത്തിന് മുകളിലായിരിക്കും. വെള്ളം മീൻസ് ഫ്ലൂയിഡാണ്, വാട്ടർ തന്നെ ആവണമെന്നില്ല. അപ്പം അതിൻ്റെ ബോയൻസി, സെൻറ്റർ ഓഫ് ബോയൻസി, മെറ്റാസെൻട്രിക് ഹൈറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് മെഷർ ചെയ്യുന്ന അനലിറ്റിക്കൽ മെത്തേഡും എക്സ്പെരിമെൻ്റൽ മെത്തേഡും നോക്കാനുണ്ട്. പിന്നെ ഒരു സബ്മേർജ്ഡ് ബോഡീൻ്റെയും ഫ്ലോട്ടിംഗ് ബോഡീൻ്റെയും ഇക്വിലിബ്രിയം കണ്ടീഷൻസും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടേണ്ട ടേം ബോയൻസി എന്ന ടേമാണ്. എന്താണ് ബോയൻസി? വെൻ എ ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ആൻഡ് അപ്വേർഡ് ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ body. This upward force is equal to the weight of the fluid displaced by the body and is called force of buoyancy or simply buoyancy. അപ്പോൾ ബോയൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്യാണ്. ഓക്കെ, ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ മുകളിലോട്ട് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ബോയൻ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ എമൗണ്ട് എത്രയാണോ ആ വാല്യൂ എന്ന് പറയുന്നത് ഈ ബോഡി വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പം ഡിസ്പ്ലേസ് ചെയ്ത അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുള്ള വെള്ളത്തിൻ്റെ വെയ്റ്റിന് ഈക്വലാണ്. ഇത് നിങ്ങൾ സിംപ്ലി ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ലോജിക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം ഈ ഒരു തത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബോയൻസി എന്ന് പറയുന്നത്. ഫോഴ്സ് ഓഫ് ബോയൻസി എപ്പോഴും വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് ബോയൻസി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിൻറ്റ് ത്രൂ വിച്ച് ദ ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് സപ്പോസ്ഡ് ടു ആക്ട്. അതായത് നമ്മൾ പറഞ്ഞു വെയിറ്റ് താഴോട്ട് ഉണ്ടാകുമ്പോൾ തന്നെ വെള്ളത്തിൽ കിടക്കുന്ന ഈ ബോഡിക്ക് മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ആ ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, it is defined as the point through which the force of buoyancy is supposed to act. As the force of buoyancy is a vertical force and is equal to the weight of the fluid displaced by the body, the center of buoyancy will be the center of gravity of the fluid displaced. Okay, അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആണ് ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇമ്മേഴ്സ്ഡിൽ വാട്ടറിൽ ഇമ്മേഴ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫിഗർ വെച്ചിട്ട് മെറ്റാസെൻറ്ററും കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്ന പോയിൻറ്റ്. അത് രണ്ടും ഈക്വൽ ആയൊരു പോയിൻ്റാണ്. കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വഴി നമുക്കതിലേക്ക് കടക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഈ പ്രോബ്ലം 4.1 ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് പൊസിഷൻ ഓഫ്
സെൻറ്റർ ഓഫ് ബോയൻസി ഫോർ എ വുഡൻ ബ്ലോക്ക് ഓഫ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്ത്ത് തന്നിട്ടുണ്ട്. വെൻ ഇറ്റ് ഫ്ലോട്ട്സ് ഹൊറിസോണ്ടലി ഇൻ വാട്ടർ, ദ ഡെൻസിറ്റി ഓഫ് വുഡൻ ബ്ലോക്ക് ഈസ് 650 kg/m3 ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 6 meter. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്ലോട്ട് ചെയ്യുക മീൻസ് എന്താണ്, ഫുള്ളി ഇമ്മേഴ്സ്ഡ് അല്ല. ഫുള്ളി ഇമ്മേഴ്സ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ ഈ വുഡൻ ബ്ലോക്കിൻ്റെ ബോഡി കാണാൻ പറ്റില്ല. പക്ഷേ ഇതെന്താണ്, കുറച്ച് ഭാഗം വെള്ളത്തിൻ്റെ മുകളിലാണ്, ബാക്കി ഭാഗം വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വുഡൻ ബ്ലോക്കാണ്. വുഡൻ ബ്ലോക്കിൻ്റെ എന്താണ് പിന്നെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 2.5, ഡെപ്ത്ത് തന്നിട്ട് 1.5. പക്ഷേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗം എച്ച് എന്ന് പറഞ്ഞൊരു ഡെപ്ത്ത് മാത്രമാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ബാക്കിയുള്ള ഭാഗം കൂടെ കൂടുമ്പോഴാണ് ടോട്ടൽ ഡെപ്ത്ത് ഓഫ് വുഡൻ ബ്ലോക്ക് 1.5 എന്ന് കിട്ടുന്നത്. പിന്നെ വുഡൻ ബ്ലോക്കിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 650 എന്ന്, അതുപോലെ തന്നെ ലെങ്ത്ത് 6 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്ന ഇൻപുട്ട് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ വുഡൻ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാൻ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ഇൻറ്റു ലെങ്ത്ത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലെങ്ത്ത് 6 ആണെന്ന്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ ബ്ലോക്ക് 22.5 m3 എന്ന് കിട്ടും. ഇനി ഡെൻസിറ്റി ഓഫ് വുഡിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 650 എന്ന്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു വോളിയമാണ്. ബിക്കോസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് മാസ്, അതിൻ്റെ കൂടെ ജി കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് കിട്ടും. അപ്പോൾ എത്ര കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടും. 1,43,471 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി ഈ ഫിഗറിനകത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജിയും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ബോയൻസി ബി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് മുകളിലോട്ട് സെൻറ്റർ ഓഫ് ബോയൻസിയും താഴോട്ട് വെയിറ്റും ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫോർ ഇക്വിലിബ്രിയം ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അതായത് ഇത് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ഡിസ്പ്ലേസ് ആയിപ്പോയ വാട്ടറിൻ്റെ വെയിറ്റും ഈ വുഡൻ ബ്ലോക്കിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് ഫിസിക്സിൽ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ വാല്യൂ. നമുക്കിവിടെ വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയാണെന്ന് കിട്ടി. അപ്പോൾ ആ വാല്യൂ എന്തിന് ഈക്വൽ ആണ്, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഇനി അതിൽ നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഈ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ് ഇൻറ്റു വോളിയമാണ്. അതിൽ നിന്ന് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കാൻ നമ്മൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതായത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയമാണ് വരുന്നത്. വെയിറ്റ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ വോളിയമാണ് വരുന്നത്. അതിന് നമ്മൾ മുകളിലോട്ട് ഇൻവേഴ്സ് ചെയ്തുകൊണ്ടുമ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഡിവൈഡ് ബൈ എന്താണ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് കിട്ടും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോവും. ഈ വെയിറ്റ് ഡെൻസിറ്റീൻ്റെ ഡെഫിനിഷൻ എന്താണ്, വെയിറ്റ് ഡെൻസിറ്റീൻ്റെ ഡെഫിനിഷൻ നോക്കുക, വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ വോളിയം ഡിവൈഡഡ് ബൈ വെയിറ്റ് ആവും. അപ്പോൾ ഈ വെയിറ്റും താഴെയുള്ള വെയിറ്റും ക്യാൻസലായി വോളിയം കിട്ടും. സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, വോളിയം ഓഫ് ഇത് മനസ്സിലാവുന്നില്ലാണ്ടെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്താണെന്നുള്ള കാര്യം ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ആ വാല്യൂ. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു ജി ആണ്. ഓക്കെ, അതും നമുക്കറിയാം. ഓക്കെ, മാസ് ഡെൻസിറ്റി ഇൻറ്റു ജി ആണെന്ന് വെയിറ്റ് ഡെൻസിറ്റി. ഓക്കെ, വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്താണ്, മാസ് ഡെൻസിറ്റി എന്താണ്, 1000 kg/m3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് 14 എന്ന് കിട്ടി, 14.62 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി ആണ്. നമുക്ക് സെൻറ്റർ ഓഫ് ബോയൻസിൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എച്ചിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ എന്താണ്, അതായത് വെള്ളത്തിൽ കിടക്കുന്ന വുഡൻ ബ്ലോക്കിൻ്റെ വോളിയം. കാരണം നോർമൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5
1.5 ഇൻറ്റു ലെങ്ത്ത് 6 ചെയ്താൽ വോളിയം കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട വോളിയം എന്താണ്? 1.5 ഡെപ്ത് വേണ്ട, നമുക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വുഡൻ ബ്ലോക്കിൻ്റെ വോളിയമാണ് വേണ്ടത്. അതായത് 2.5 ഇൻറ്റു എച്ച് ആണ്, കാരണം ഇത്രയും ഹൈറ്റ് മാത്രമേ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുള്ളൂ. ഇൻറ്റു ലെങ്ത്ത് പറഞ്ഞാൽ 3D ആണ്, നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലാണ് ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ എച്ച് ഇൻറ്റു 2.5 ഇൻറ്റു 6, വിഡ്ത്ത് 2.5 ഇൻറ്റു എച്ച്, ഡെപ്ത് ഇൻറ്റു ലെങ്ത്ത് 6 ആണ് വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻസൈഡ് ദ വാട്ടറിൻ്റെ ഉള്ളിലുള്ള വുഡൻ ബ്ലോക്കിൻ്റെ വോളിയം. ഓക്കെ, അത് ഇവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 14.62 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എഴുതുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് കിട്ടും. എച്ച് 0.975 ആണ്. എച്ച് ഈസ് ഡെപ്ത് ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ. വെള്ളത്തിൽ കിടക്കുന്ന വുഡൻ ബ്ലോക്കിൻ്റെ ഡെപ്താണെന്ത്? എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എച്ചിൻ്റെ പകുതിയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് ബോയൻസി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് കിടക്കുന്ന വുഡൻ പോർഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏതാണോ അതാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ എത്രയാണ്, ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു. ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ അതേ വെയ്റ്റും വോളിയവും ആണ് ഈ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന വുഡൻ ബ്ലോക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന വുഡൻ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എച്ച് എന്ന വാല്യൂ, അതായത് ഈ സർഫേസിൽ നിന്ന് താഴോട്ടുള്ള വാല്യൂ, മുങ്ങിക്കിടക്കുന്ന ഡെപ്ത്, ആ എച്ചിൻ്റെ പകുതി, റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, അതുകൊണ്ട് പകുതിയാണ് എന്ത് വരുന്നത്? h/2 ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ വുഡൻ ബ്ലോക്ക് ഇമ്മേഴ്സ്ഡ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി. അവിടെയാണ് ഫോഴ്സ് ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത്. ആ ഒരു ലൈനിലൂടെയാണ്. ഓക്കെ, അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വെയ്റ്റിൻ്റെ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിൽ അത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.